PM ശ്രീയിൽ കെ സുരേന്ദ്രന് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ നയം അടിയറവ് വയ്ക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല. സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വപ്നം മാത്രമാണ്, അതൊന്നും കേരളത്തിൽ വിലപ്പോകില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഗോഡ്സെയും ഹെഡ്ഗവാറിനെയും അടക്കം PM ശ്രീയിലൂടെ കേരളത്തിൽ പഠിപ്പിക്കേണ്ടി വരുമെന്നാണ് ഇന്നലെ കെ സുരേന്ദ്രൻ പറഞ്ഞത്. 45 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നണി ഇപ്പോൾ കടന്നുപോകുന്നത്. മുന്നണിയെ അറിയിക്കാതെയും മന്ത്രിസഭയെ അറിയിക്കാതെയും ഒക്കെയുള്ള PMC കരാർ ഒപ്പുവയ്ക്കൽ കടുത്ത അതൃപ്തി CPIക്ക് തുടരുകയാണ്. ഒരു കാരണവശാലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് CPI വ്യക്തമാക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി ഇന്ന് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തും. മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉറപ്പ് മാത്രമാണ് CPIക്ക് പ്രതീക്ഷിക്കാവുന്ന ഏക കാര്യം. പക്ഷേ മുഖ്യമന്ത്രി ഉറപ്പ് നൽകുമ്പോഴും നിലവിൽ കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നിയമം അടക്കം നടപ്പാക്കേണ്ടി വരും. അങ്ങനെ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാൻ സംസ്ഥാനവും നിർബന്ധിതമാകുമെന്ന ആശങ്ക CPIക്കുണ്ട്. എങ്ങനെയാണ് പ്രതിസന്ധി പരിഹരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയും CPIക്കോ CPMനോ ഇല്ല. മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും നാളത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിലെ തീരുമാനങ്ങൾ കൂടി. മുഖ്യമന്ത്രിയിൽ നിന്നും കൃത്യമായ ഒരു ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് തന്നെ പോകാൻ, അത് മന്ത്രിമാരെ പിൻവലിക്കുന്നതോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോ അടക്കമുള്ള മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് CPI തയ്യാറെടുക്കുന്നത്. ആ സൂചനയാണ് ഇന്നും CPI നേതാക്കൾ നൽകിയത്. ചർച്ചയെന്ന് പറഞ്ഞാൽ സംയമനത്തിന് നീക്കമാണല്ലോ. ചർച്ചയെന്ന് പറഞ്ഞാൽ വിഷയം പരിഹരിക്കുകയാണ്. വിഷയം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ചർച്ചയിലൂടെ പരിഹരിക്കുകയല്ലേ മാർഗമുള്ളൂ. അല്ലാതെ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. CPIയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച തുടരും, ചർച്ച ഉണ്ടാകും. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷ ഇപ്പോഴും CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. CPI കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും. പക്ഷേ എന്ത് കാര്യമാണ് പറയാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കാൻ CPM നേതാക്കളും കഴിയുന്നില്ല. MA ബേബി ഈ കരാറിനെ കുറിച്ച് പൂർണ്ണമായും CPM ജനറൽ സെക്രട്ടറി MA ബേബി അജ്ഞനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കരാർ ഒപ്പുവയ്ക്കുന്ന വിവരം അറിയില്ലായിരുന്നു. 2 ദിവസമായി അദ്ദേഹം ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ഇന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കോൺഗ്രസ് എന്തുകൊണ്ട് രാജസ്ഥാനിൽ ഒപ്പുവെച്ചു എന്ന മറുവാദമൊക്കെയാണ് ഇപ്പോൾ CPM നേതാക്കൾ ഉന്നയിക്കുന്നത്. ഒരു തരത്തിലും ദേശീയ വിദ്യാഭ്യാസ നയം RSSന്റെ അജണ്ടകൾ ഇവിടെ നടപ്പാകില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ നിയമമന്ത്രിയും ഒക്കെ. വകുപ്പുകളിലും ഫയലുകൾ അയക്കുമ്പോൾ നിയമവകുപ്പ് അഭിപ്രായം നൽകും. ഭരണവകുപ്പിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നയപരമായ തീരുമാനമെടുക്കും. അപ്പോൾ ഓരോ വകുപ്പിനും അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാം. ഇപ്പോൾ ഇത് സംബന്ധിച്ച് എന്തായാലും ചർച്ച നടക്കുന്നുണ്ടല്ലോ. LDF അത് വിശദമായിട്ട് ചർച്ച ചെയ്യുമെന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കാക്കാം. നാഥൂറാം വിനായക ഗോഡ്സെയും ഹെഡ്ഗേവാറിനെയും ഒക്കെ കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടി വരും. ഇത്രയും നാൾ അവരെപ്പറ്റി പ്രചരിപ്പിച്ചിരുന്നത് തെറ്റായ കാര്യങ്ങളായിരുന്നു. അത് തിരുത്തി ആരാണ് യഥാർത്ഥത്തിൽ നേതാക്കൾ എന്ന കാര്യങ്ങൾ കേരളത്തിലെ കുട്ടികളും പഠിക്കേണ്ടി വരും. അതുതന്നെ വിദ്യാഭ്യാസ നയം അതേപടി നടപ്പാക്കേണ്ടി വരും. PMCയിൽ ഒപ്പിട്ട പണം വാങ്ങി മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഇന്നലെ BJPയുടെ നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇന്ന് സുരേന്ദ്രൻ്റെ മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് രംഗത്ത് വരികയും ചെയ്തു. എല്ലാം സുരേന്ദ്രൻ്റെ സ്വപ്നമാണ്. ഒരു കാരണവശാലും കേരളത്തിൽ RSSന്റെ സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് തന്നെ ഇന്നും ആവർത്തിച്ചു പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിലെ ഇന്നലെ വരെ തുടർന്ന് വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറ വയ്ക്കുന്ന പ്രശ്നമേയില്ല. ഇന്നലെ BJPയുടെ നേതാവ് സുരേന്ദ്രൻ പറയുന്നത് കേട്ടു. ദേശീയ അടിസ്ഥാനത്തിലുള്ള RSSന്റെയും അതുപോലെ ഉള്ള ആൾക്കാരുടെ ചരിത്രവും അവരുടെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ പാഠപുസ്തകത്തിലൂടെ പഠിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അത് സുരേന്ദ്രന്റെ സ്വപ്നം മാത്രമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നേതാക്കൾ ഇതൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുക? CPI എടുത്തത് ഏറ്റവും കടുത്ത ഒരു നിലപാട് പ്രഖ്യാപനമാണ്. ഒരു വിധത്തിൽ പിന്നോട്ട് പോകാൻ ഇനി അവർക്ക് കഴിയില്ല. സംസ്ഥാന കൗൺസിലിൻ്റെ അറിവില്ലാതെ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനും കഴിയില്ല. നാളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ നിന്നുകൂടി കാര്യമായി ഒന്നും ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് CPI പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ ഇടതുമുന്നണി ഒന്നാകെ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം. മുന്നണി യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടില്ല. അതും മുഖ്യമന്ത്രി അനുമതിയും അറിവും വേണം. മുഖ്യമന്ത്രിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ മുഖ്യമന്ത്രി കൂടിയാണ്. മുഖ്യമന്ത്രി ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. 30-ാം തീയതി അദ്ദേഹം തിരികെ ഖത്തറിലേക്ക് പോവുകയും ചെയ്യും. ഇതിനിടയിൽ എപ്പോഴാണ് ഈ സമവായ ചർച്ചകൾ നടക്കുക എന്നാണ് അറിയേണ്ടത്. എങ്ങനെ CPIയെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനാകുമെന്ന ചർച്ചയാണ് ഇപ്പോൾ CPMലും സജീവമായി നടക്കുന്നത്.
PM ശ്രീ പദ്ധതിയിൽ CPM-ലെ മന്ത്രിമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ളത്തരം കാണിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MA ബേബി വിധേയനെ പോലെയാണ് നിൽക്കുന്നതെന്നും സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ ഇത് നടക്കില്ലായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആര് ബ്ലാക്ക്മെയിൽ ചെയ്തെന്നും അദ്ദേഹം ചോദിച്ചു. അതൊക്കെ അവർ പോയിക്കോട്ടെ, അതൊന്നും നമ്മളെ ചെയ്യുന്ന പ്രശ്നമല്ല. ഇതിന്റെ അകത്ത് വിഷയം എന്താണ്? 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മുഖ്യമന്ത്രി കാണുന്നു. ഇതുവരെയുള്ള CPM-ന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നയം എന്താണ്? ഇതിന് 2 ആഴ്ച മുമ്പ് മന്ത്രി ശിവൻകുട്ടി ചിന്തയിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇതിനെതിരെ. 10-ാം തീയതി എന്ത് സംഭവിച്ചു? ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? അമിത്ഷായുടെ വസതിയിൽ വെച്ചാണെന്ന് തോന്നുന്നു കണ്ടത്. എനിക്ക് തോന്നുന്നു, ഞാനത് പരിശോധിച്ചിട്ടില്ല. എന്താ അവിടെ വെച്ച് നടന്നത്? എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത്? 16-ാം തീയതി ഒപ്പുവയ്ക്കുന്നു. 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ CPI വാശിയോടുകൂടി എതിർക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുക. കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം കാണിക്കുകയാണ്. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ CPI മന്ത്രി എല്ലാ മന്ത്രിമാർക്കും കൂടി വേണ്ടിയിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ രണ്ടുപേരും മൗനം അവലംബിക്കും. സീതാറാം യെച്ചൂരിയാണ് ആ പൊസിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പുവെക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം സമ്മതിക്കില്ലേ? MA ബേബിയൊക്കെ വിധേയനെ പോലെ നിൽക്കുകയാണ്. ഇതൊരു സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ. CPI-യെ പരിഹസിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാനാണ് CPI എതിർപ്പുയർത്തുന്നത്. മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചാൽ CPI-യുടെ പ്രശ്നമെല്ലാം അവിടെ തീരുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അത് മുന്നണി മര്യാദ കാണിക്കും. പിണറായി വെച്ച് അതൊക്കെ പാസ്സാക്കി പോയി മുന്നണി മര്യാദയൊക്കെ പാലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടങ്ങാനുള്ള കാര്യമുള്ളൂ. അത് സാക്ഷാൽ പിണറായി നേരെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങ് അവസാനിക്കും. അവർ ജീവിച്ചിരിക്കുന്നത് അറിയിക്കണ്ടേ? കാരണം ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയണ്ടേ? അങ്ങനെ ഇതിക്ക് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞ വേണ്ടി നിന്നാ ഒരു അന്തർധാരയില്ല. ഇതൊക്കെ രാഷ്ട്രീയമല്ലേ? ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞിടത്ത് ആരെങ്കിലും നിന്നിട്ടുണ്ടോ? മാറിയും പറഞ്ഞു പോകും.